നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ ശ്രദ്ധ കുറവുകൊണ്ടാ. ഞാൻ ആ ചെക്ക് ശരിക്കും നോക്കിയത് പോലുമില്ല. അപ്പൊ തന്നെ തലമാറിയിൽ വെച്ചു. അത് മാറ്റി പകരം വേറൊരു ചെക്ക് അവിടെ ആര് വെക്കാന്? ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ധുവിന് കള്ളം പറയേണ്ട കാര്യം എന്താ? സിദ്ധു ഒപ്പിട്ട് തന്ന ബ്ലാങ്ക് ചെക്കാ ഞാൻ നിന്നെ ഏൽപ്പിച്ചത്. അതില് 50 ലക്ഷം രൂപ എഴുതിയെടുത്ത് ആരോ നമ്മളെ ചതിച്ചു. അതാരാണെന്ന് കണ്ടെത്തണം. ഈ വീട്ടിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു ചതി നടക്കണമെങ്കിൽ സത്യമായും എനിക്ക് 2 പേരെ സംശയമുണ്ട്. ആരെ? ഒന്ന് എന്റെ അപ്പച്ചയെ തന്നെ. പക്ഷേ മറ്റൊരു ചെക്ക് സംഘടിപ്പിച്ചുകൊണ്ട് വെക്കാനും മാത്രം ബുദ്ധിയൊക്കെ അപ്പച്ചയ്ക്കുണ്ടോ? അപ്പച്ചി സംഘടിപ്പിക്കണ്ടല്ലോ, അപ്പച്ചിയുടെ മകൻ കൊടുത്തുവിടില്ലേ? പിന്നെന്താ? അത് ശരിയാ. പിന്നെ ഒരു സാധ്യതയുള്ളത് സ്വാമിയാ. സ്വാമിയോ? നിനക്കെന്താ അക്ഷരെ ഭ്രാന്ത് പിടിച്ചോ? സ്വാമി നമ്മുടെ കാര്യത്തിൽ കുറച്ച് പൊസസീവാ. അതിന്റെ ചില പരിഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് കരുതി കൂടെ നടന്നുകൊണ്ട് ഇത്രയും വലിയൊരു ചതി സ്വാമി കാണിക്കൂ? എന്റെ മനസ്സ് പറയുന്നു ചതിച്ചത് സ്വാമി തന്നെയാണെന്ന്. ഈ കാര്യത്തിലും സംശയത്തിന്റെ 2ാം തട്ടിലാ ഞാൻ അപ്പച്ചയെ നിർത്തുന്നത്. സ്വാമിക്ക് എന്തൊക്കെയോ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ട്. അതാർക്ക് വേണ്ടി എന്തിനു വേണ്ടിയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെയാ ഡാഡിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനോട് എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത്. എന്തായാലും ഇത് ഞാൻ കണ്ടെത്തും. ഇവിടെ എന്റെ അലമാരയിലിരുന്ന ചെക്ക് എങ്ങനെ മാറിയെന്നൊന്ന് അറിയണമല്ലോ. അല്ലെങ്കിൽ നാളെ ദേവികയും നമുക്ക് നേരെ വിരൽ ചൂണ്ടും. അവളുടെ ഭർത്താവിന്റെ ഹൃദയം വിറ്റ് നമ്മൾ പുതിയ ക്ലിനിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട്.